ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അറിയാലോ, ഹത്താശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. കവിതയാണോ എന്ന് ചോദിച്ചാൽ കവിതയാണ്. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടിപ്പണിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടിപ്പണി നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരു ടിപ്പണി പഠിക്കാൻ വരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഈ ടിപ്പണിയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം എന്ന് നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയായിരിക്കും എക്സാമിന് വരിക, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ കുറേ ചാപ്റ്റർ വായിക്കുന്നു, കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ആക്കാനൊക്കെ നോക്കും. എന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് മാത്രം പഠിക്കാൻ പറഞ്ഞു തരട്ടെ. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി, ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കവിതയിൽ ജാനിന എന്നൊരു വാക്കുണ്ട് അല്ലേ. ജാനിന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറിയുക എന്നാണ്. അപ്പോൾ കവിതയിൽ കവി അറിയുക അറിയുക എന്നിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ അറിയുക എന്നുള്ള വാക്ക് നമ്മുടെ ടിപ്പണിയിൽ നരേറ്റ് സക്സേന പറയുന്നുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? രണ്ടർത്ഥം ആണ് ഇവിടെ ഈ കവിതയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഒരാളെ അറിയാം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് അയാളുടെ വേർബോട്ട്സ് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ അറിയാമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ കവി പറയുന്നത് എന്താണെന്നറിയോ? അറിയാം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ഒരാൾ വീണ് കിടക്കുന്നു, അപ്പോൾ അയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു അയാൾക്ക് നമ്മുടെ ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം ആ വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെ ആ ആളെ നമ്മൾ സഹായിക്കുന്നു. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അവർക്കൊരു ഇടം കൊടുക്കാം അല്ലേ, ഒരു ദിവസം തങ്ങാൻ ഒരു ഇടം കൊടുത്താൽ നമ്മൾ ആ ആളെ സഹായിച്ചു. അപ്പോൾ ഇങ്ങനെ സഹായിക്കാനുള്ള മനസ്കത, അതാണ് എന്ത്, നമുക്കൊരാളെ അറിയുക എന്ന് കവി പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് റൂട്ടിഗ്രസ്ത് അർത്ത്. എന്താണ് റൂട്ടിഗ്രസ്ത് അർത്ത് എന്നറിയാമോ? റൂട്ടി എന്ന് പറഞ്ഞാൽ പരമ്പര. അപ്പോൾ റൂട്ടിഗ്രസ്ത് അർത്ത് എന്ന് പറഞ്ഞാൽ പരമ്പരയായിട്ടുള്ള അർത്ഥം, പരമ്പരാഗതമായ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വിശ്വസിച്ച് വരുന്ന ഒരു വാക്കാണിത്. എന്ത്? പരമ്പരാഗതമായ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരാളെ അറിയുക എന്ന് പറയുന്നത് ആ ആളെ നമുക്ക് മുൻപരിചയമുള്ളതിനെയാണ്. ആ ആളുടെ പേര്, അഡ്രസ്സ്, അയാൾ എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് ആ ആളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ഒരാളെയാണ് നമ്മൾ പറയുക ആ ആളെ എനിക്കറിയാം. അപ്പം നിങ്ങൾ തന്നെ അതെൻ്റെ ഫ്രണ്ടാണ് അല്ലേ. ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന ആളാണ്. ആ ആളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അറിയും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, റൂട്ടിഗ്രസ്ത് അർത്ത് മേ ഹമാരി ജാനി പെഹചാനി കാ അർത്ത് ക്യാ ഹേ. അപ്പോൾ ഈ റൂട്ടിഗ്രസ്ത് അർത്ഥത്തിൽ ജാനി പെഹചാനി, തിരിച്ചറിയാനുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കിസി കോ ജാനനെ കി ഹമാരി റൂട്ടി കാ അർത്ത് ഹേ. ആരെങ്കിലും തിരിച്ചറിയുക അല്ലെങ്കിൽ ഒരാളെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ടി കാ അർത്ത് ഹേ, പരമ്പരയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നാം, പത്തേ, ഉംർ, ഒഹ്ദേ. നാം എന്ന് പറഞ്ഞാൽ പേരാണ് അല്ലേ, പേര്. പത്തേ അഡ്രസ്, ഒരാളുടെ അഡ്രസ്സ്, പേര്. വയസ്സ്, ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സ്. ഒഹ്ദേ പദവി, ജാതി. കെ ദ്വാര ജാനന, ഒരാളെ അയാളുടെ പേരിൻ്റെയോ അഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ പദവിയോ ഒക്കെ വെച്ച് അയാളെ അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ടിഗ്രസ്ത് അർത്ത് സെ ജാനന. ഇനി അടുത്തത് കവിതയിൽ പറയുന്നത് കവി കെ മത് മേ ജാനനെ കാ മത്ലബ് ക്യാ ഹേ. ഇത് ടിപ്പണിയിൽ നരേറ്റ് സക്സേന ആ കവിതയെ വിവരിച്ച് എഴുതിയപ്പോൾ എഴുതിയ കാര്യമാണ് അല്ലേ. രണ്ട് രീതിയിൽ നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്ത് പോന്നിരുന്ന ആ രീതിയെയാണ് ഈ കവി ഈ കവിതയിലൂടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാളെ നമുക്ക് അറിയുക എന്ന് പറയുന്നത് ജാനനെ കാ മത്ലബ് ഹേ, അറിയാം എന്നതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് കവി പറയുന്നത്? എങ്ങനെയാണ് അറിയാം എന്ന് പറയേണ്ടത്? വ്യക്തിക്ക് ഹതാശ, കിസി വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത യാ സംകട് കോ നഹി ജാനത്തെ തോ ഹം കുച്ച് നഹി ജാനത്തെ അല്ലേ. ഹതാശ, നിരാശ, അസഹായത യാ സംകട് കോ നഹി ജാനത്തെ തോ ഹം കുച്ച് നഹി ജാനത്തെ. ഇതാണ് ഈ കവിതയിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് കവിതയിൽ നമ്മളോട് പറയുന്നത്?
അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കും, ജാനന എന്ന് പറയുന്നതിൽ കവിയുടെ അഭിപ്രായത്തിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കവിതയുടെ ആശയം ചോദിക്കുക എക്സാമിന്. ഇനി അതല്ലെങ്കിൽ ഈ ജാനന എന്നുള്ളതിനെ കുറിച്ച് അല്ലേ, കവിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കവിതയുടെ സെക്കൻഡ് പാരഗ്രാഫ് ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചതെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കവിതയുടെ ആശയം നോക്കാം. പ്രസ്തുത പങ്ക്തിയാം ഹിന്ദി കെ സമകാലീന കവി വിനോദ് കുമാർ ശുക്ല കെ. അപ്പോൾ തന്നിട്ടുള്ള അല്ലെ പ്രസ്തുത പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ, തന്നിട്ടുള്ള വരികൾ സമകാലീന കവി വിനോദ് കുമാർ ശുക്ല के विनोद कुमार शुक्लिന്റെ हताशा से एक व्यक्ति बैठ गया था नामक कविता से ली गई है. इस कविता में कवि मनुष्यता को प्रमुखता दिया है. ഈ കവിതയിൽ കവി മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. യഹാം കവി ഹമാരി ജാനി പെഹചാനി റൂട്ടി കോ തോട് ദേത്തെ ഹെ. ഇവിടെ കവി എന്തിനെയാണ് ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നത്? ജാനി പെഹചാനി, തിരിച്ചറിയാനുള്ള അല്ലെ, ആ പരമ്പരാഗതമായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയെ, ആ രീതിയെയാണ് ഇവിടെ കവി എന്താക്കിയിരിക്കുന്നത്, മാറ്റി എഴുതിയിരിക്കുന്നത്. കവി കെ മത്മേ കിസി കോ ജാനന ഹെ തോ, കവിയുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും അറിയാമെന്ന് പറയുന്നത് ഉസ്കെ ജീവൻ കെ അസ്ലിയത്ത് കോ ജാനന ഹെ, അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയുകയാണ്. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്നാണ് അർത്ഥം. अगर किसी व्यक्ति के दुख, हताशा, निराശ, അസഹായത को नहीं जानते तो, ഇനി അഥവാ നമ്മളൊരു വ്യക്തിയുടെ ദുഃഖത്തെയോ നിരാശയെയോ അസഹായതയെയോ അറിയില്ല എന്നുണ്ടെങ്കിൽ ഹം കുച്ച് നഹി ജാൻതേ, എന്താ കവി പറയുന്നത്? നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. അഗർ ഹമേ കിസി വ്യക്തി കോ ദേഖ് കർ സമജ് സക്തേ ഹെ, സമജ് സക്തേ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാവുക. ഇനി നമുക്കൊരു വ്യക്തിയെ കണ്ടിട്ട് മനസ്സിലാവുകയാണ് എന്ത്? ഉസ് വ്യക്തിക്കോ ഹമാരെ മദ് കി ജറൂറത്ത് ഹെ, ആ വ്യക്തിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. മദ് എന്ന് പറഞ്ഞാൽ സഹായം. മദത്ത് എന്ന് കേട്ടിട്ടില്ലേ? അതിനെ ഷോർട്ടാക്കിയിട്ട് മദ് എന്ന് പറയാം. മദ് കി ജറൂറത്ത് ഹെ, ആ ആൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഉസ് സമയ ഹം വ്യക്തിക്ക് അസഹായത കോ സമജ് കർ ഉൻകെ ഓർ ഹാത്ത് ബഠാന ചാഹിയെ, അങ്ങനെ ഒരു വ്യക്തി ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അയാളെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുകയും ആ ആൾക്ക് നേരെ തങ്ങളുടെ കൈകൾ നീട്ടുവാൻ മടിക്കരുത്. ഇനി ഈ കവിതയിൽ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് കവി. എന്താണ് നൽകുന്നത്? ദോ മനുഷ്യോ കെ ബീച്ച്, ഇത് കവിതയുടെ ആശയത്തിലുള്ളത് തന്നെയാട്ടോ. ഇത് സന്ദേശം എന്ത് എന്ന് ചോദിച്ചാലും നമുക്ക് ഇത് എഴുതാൻ പറ്റും, അതല്ലാതെ കവിതയുടെ ആശയത്തിലും എഴുതാം. അപ്പോൾ എന്താ പറയുന്നത്? ദോ മനുഷ്യോ കെ ബീച്ച്, ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ അല്ലെ, രണ്ട് വ്യക്തികൾക്കിടയിൽ സംവേദന ജറൂരി ഹേ അല്ലെ, സംവേദന, ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ജാൻകാരിയാം നെഹി, ജാൻകാരിയാം എന്ന് പറഞ്ഞാൽ എന്താ? അറിവല്ല വേണ്ടത്. ഒരാളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതല്ല, മാനസികമായിട്ടുള്ള ഒരു അടുപ്പ് അല്ലെ, ആ ആളുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ വേണം. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണാൻ അല്ലേ, അയാളുടെ പേരോ അഡ്രസ്സോ അയാളെക്കുറിച്ചുള്ള അയാളുടെ പദവികളെയോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ പ്രയാസത്തിലാണോ അല്ലേ, അവരിപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഇപ്പോൾ ഒരു കൊറോണ ആയപ്പോൾ ഒരുപാട് സംഘടനകളൊക്കെ ആളുകളെ സഹായിക്കാൻ വന്നില്ലേ? എന്തുകൊണ്ടാണ്? അവർ സ്വയം മനസ്സിലാക്കുന്നു ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ജോലി ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് പലരും ഇപ്പോൾ കഷ്ടത്തിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും. അങ്ങനെ പലർക്കും ഭക്ഷണ പൊതികളൊക്കെ അവിടെ വിതരണം ചെയ്യുന്നു, മരുന്നുകൾ നൽകുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറണം, മറ്റുള്ളവരെ സഹായിക്കണം. फिर भी यह संदेश कविता में उपदेश की तरह नहीं आते हैं. കവിതയുടെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കവിതയിൽ എവിടെയും കവി പറയുന്നില്ല നിങ്ങളിങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നില്ല അല്ലേ. മേനെ ഹാത്ത് പഠായ അല്ലെ, കവി ഒരാളെ കണ്ടു, അയാൾ എന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി,
അപ്പോൾ കവി കൈകൾ നീട്ടുന്നു, അയാളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എവിടെയും തന്നെ നമ്മൾ അങ്ങനെ ആകണം എന്ന് കവിതയിൽ പറയുന്നില്ല. എന്നാൽ കവിതയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ട സന്ദേശമുണ്ട്, ഉപദേശമുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഈ 3 ചോദ്യങ്ങൾ നന്നായി പഠിച്ചാൽ തന്നെ, ആൻസറുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാം. ചോദ്യം പല രീതിയിലായിരിക്കും. ഒരു പക്ഷേ 3-4 സെൻറ്റൻസുകൾ നൽകിയിട്ട് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇപ്പം പഠിക്കുന്ന ഈ സെൻറ്റൻസുകളുടെ അർത്ഥങ്ങൾ തന്നെയാണ് നിങ്ങളെ ആ ഒരു ആൻസറിനും നിങ്ങളെ സഹായിക്കുന്നത്. ഒരു പക്ഷേ ബോക്സ് നൽകിയിട്ട് അതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചേക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ശരിയായതിനെ തിരഞ്ഞെടുക്കാനും ഈ ആൻസറുകളെല്ലാം പഠിക്കണം, ഈ വാക്കുകൾ പഠിക്കണം, ഈ സെൻറ്റൻസുകൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.